നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 നവംബർ 6 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് വിജയവും ബിസിനസ്സിൽ ലാഭവും ഇന്ന് പ്രതീക്ഷിക്കാം. ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവ ഉണ്ടാകും. കലാസാഹിത്യ മേഖലകളിലുള്ളവർക്ക് സമ്മാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിവാഹ തടസ്സമോ വിവാഹം മാറിപ്പോകുവാനോ സാധ്യതയുണ്ട്. ധനപരമായ ക്ലേശം, അന്യജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. ക്ഷമയോടും ജാഗ്രതയോടും കൂടി ഇന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇന്ന് അവസരം ലഭിക്കും. ദാമ്പത്യ സൗഖ്യം, ധനലാഭം, ഭക്ഷണസുഖം, പുതുവസ്ത്രലാഭം എന്നിവ ഉണ്ടാകും. സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വിവാഹ കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമാകും. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ, നല്ല സുഹൃത്തുക്കളെ ലഭിക്കൽ എന്നിവ ഉണ്ടാകും. ധനപരമായ നേട്ടം, പുതിയ ആഭരണമോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാൻ സാധിക്കൽ എന്നിവ അനുഭവത്തിൽ വരും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾ, അപമാനം, ഉദരരോഗം എന്നിവ ഉണ്ടാകാം. കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സാഹചര്യവും സംജാതമാകാം. ഇന്ന് കൂടുതൽ ശ്രദ്ധയും ക്ഷമയും പാലിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ജീവിത പങ്കാളിയുമായി സ്വരച്ചേർച്ച കുറയുകയും നിസ്സാരമായ കാരണങ്ങളിൽ പരസ്പരം കലഹിക്കുവാനും ഇന്ന് സാധ്യതയുണ്ട്. കോടതി കേസുകളിൽ പരാജയപ്പെടും. രോഗാതി ദുരിതങ്ങൾ അലട്ടാനും ഉദരപ്രശ്നം വരാനും സാധ്യതയുണ്ട്. സംയമനം പാലിക്കുന്നത് ഉചിതമാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഭാര്യ ഭർത്തൃ ഐക്യം, തൊഴിൽ രംഗത്ത് വിജയം, ബന്ധുജന സമാഗമം എന്നിവ ഇന്നുണ്ടാകും. സർക്കാരിൽ നിന്നോ ഉന്നത ജനങ്ങളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കീർത്തി, തൊഴിൽ രംഗത്ത് വിജയം, ശത്രുനാശം, നിയമപരമായ കാര്യങ്ങളിൽ വിജയം, ധനപരമായ ലാഭം എന്നിവ ഇന്നുണ്ടാകും. കുടുംബങ്ങളിൽ മനസ്സമാധാനവും സന്തോഷവും നിലനിൽക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. തൊഴിൽപരമായും മാനസികമായും ഇന്ന് ക്ലേശങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൃഷി, പക്ഷി മൃഗാദികളുടെ ബിസിനസ് നടത്തുന്നവർക്ക് നഷ്ടം സംഭവിക്കാനോ ദോഷഫലങ്ങൾ അനുഭവപ്പെടുവാനോ ഇടയുണ്ട്. ബന്ധുജന കലഹം പ്രതീക്ഷിക്കാം. ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ ഇന്ന് സാധ്യതയുണ്ട്. ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടുകയും ഉദരരോഗം വരാനും സാധ്യതയുണ്ട്. മാതാവിന് അസുഖമോ അരിഷ്ടതയോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബസൗഖ്യം, നിയമപരമായ കാര്യങ്ങളിൽ വിജയം, ധനപരമായ നേട്ടം, ശത്രുഹാനി, സ്ത്രീകളിൽ നിന്ന് ഗുണാനുഭവം എന്നിവ ഇന്ന് ലഭിക്കും. തൊഴിൽ രംഗത്ത് വിജയവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ലാഭത്തിൽ ആയിത്തീരുകയും ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. രോഗാതി ദുരിതം അനുഭവപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ ഉണ്ടാകാം. അനാവശ്യ ബന്ധങ്ങൾ ഉടലെടുക്കും. അലസതയും മടിയും ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.